ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഏഷ്യ കപ്പിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ സ്ക്വാഡിനെ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ സെപ്റ്റംബർ 9 മുതൽ യിൽ വെച്ചാണ് ഏഷ്യ കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണ T20 ഫോർമാറ്റിലാണ് ഏഷ്യ കപ്പ് നടക്കുക. അതുകൊണ്ട് തന്നെ യുവതാരങ്ങളെയാണ് കൂടുതലായിട്ട് ഈ ഒരു T20 പരമ്പരയ്ക്ക് ഏഷ്യ കപ്പിന് വേണ്ടി പരിഗണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സന്തോഷ വാർത്ത, സഞ്ജു സാംസണും ഈ ഒരു ടീമിൽ ഇടം ലഭിച്ചിരിക്കുന്നു. സഞ്ജു സാംസൺ അവസരം കൊടുക്കുന്നു. ഈ ഒരു സ്ക്വാഡിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യകുമാർ തന്നെയാണ് ഇന്ത്യയെ നയിക്കുക. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലായിരിക്കും വൈസ് ക്യാപ്റ്റൻ. ജയ്സ്വാളിനെയും അതുപോലെ തന്നെ ശ്രേയസ് അയ്യരും ടീമിൽ ഇടം ലഭിച്ചില്ല, അവരെ പരിഗണിച്ചില്ല എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നു. ജസ്പ്രീത് ബുംറ ടീമിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ സിറാജിനെ ഒഴിവാക്കി, സിറാജിന് വിശ്രമം നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബുംറയ്ക്കൊപ്പം ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരെയും ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ക്വാഡ് വരുന്നത് 15 സ്ക്വാഡ് വരുന്നത് ഇങ്ങനെയാണ്: സൂര്യകുമാർ യാദവ്, അതുപോലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല്, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദൂബെ, അക്ഷർ പട്ടേൽ, ജിതേഷ് ശർമ്മ, ജസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, സഞ്ജു സാംസൺ, ഹർഷിത് റാണ, റിങ്കു സിംഗ് എന്നീ 15 ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ സഞ്ജുവിനും ഓപ്പണിങ്ങിൽ ഇറങ്ങാൻ സാധിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജു നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു ഏഷ്യ കപ്പിൽ T20 ഫോർമാറ്റിലാണ് ഈ ഒരു ഏഷ്യ കപ്പ് ഇത്തവണ നടത്താൻ പോകുന്നത്. അപ്പോൾ സെപ്റ്റംബർ 9 മുതൽ യിൽ വെച്ചാണ് ഏഷ്യ കപ്പ് ആരംഭിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകളായിട്ട് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ.